നമസ്കാരം, കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാരുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ്. എക്സാമിന് വരുന്ന രീതിക്കുള്ള ക്വസ്റ്റൻ. ഇങ്ങനെ കുറെ ക്വസ്റ്റൻസുകൾ പല ചാപ്റ്റേഴ്സിലും ഉണ്ട്. നിങ്ങൾ അവരെ തെരഞ്ഞുപിടിച്ച് ആദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ ആ രീതിക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കത്തില്ല. നമുക്ക് പറ്റുന്ന കുറെ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഓരോ ചാപ്റ്ററും. പല ചാപ്റ്ററുകളും നിങ്ങൾ മിസ് ചെയ്യാറുണ്ട്, മീൻസ് പഠിക്കാറേ ഇല്ല. ഇതൊന്നും വീട്ടുകാർ അറിയുന്നുമില്ല. ഓക്കെ, നിങ്ങൾ തന്നെ അറിഞ്ഞ് വേണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. വീട്ടുകാർക്ക് അറിയത്തില്ല നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം തീർക്കുന്നുണ്ട്, ഇനി എത്രത്തോളം പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവര് അറിയാതെ നിങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ ആവരുത്. നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ ആ രീതിയിൽ കൂടെ വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. മീൻസ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്തെങ്കിലേ മാർക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊന്നും നിങ്ങൾ മടി കാണിക്കുന്നെങ്കിൽ ഒരു പണിയും നടക്കില്ല. മടി കാണിക്കാതെ അങ്ങോട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, സ്റ്റഡി ചെയ്യാം. ഇഫ് a is equal to 3, 1, minus 1, 2, find k. If a square equal to 5a plus ki. അതാണ്. ഓക്കെ, 5a plus ki. അപ്പൊ ഇവിടെ k ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. a ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള എല്ലാം വേണം നമ്മുടെ. ഇപ്പൊ a ഉണ്ട് നമ്മുടെ അല്ലേ, ഉണ്ട്. i എന്ന് പറഞ്ഞാൽ 1001. പിന്നെ ഇല്ലാത്തത് a സ്ക്വയർ ആണ്. അതും കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാമനെ a ഇൻറ്റു a. That is 3, 1, minus 1, 2. 3, 1, minus 1, 2. ഇനി നമ്മൾ രണ്ട് മെട്രിക്സുകളെ ഇൻഡു ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ഇതിങ്ങനെ റോ വൈസും കോളം വൈസോട്ടൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആൻസർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിലുള്ളവരെ ഇൻഡു ചെയ്ത് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3 into 3, 9 പ്ലസ് 1 into -1, -1. ഓക്കെ, പിന്നെ ഈ ഫസ്റ്റ് റൗണ്ടിന്റെ സെക്കൻഡ് കോളം ആണ്. അപ്പൊ 3 into 1, 3 പ്ലസ് 1 into 2, 2. അത് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് ആണ്. അപ്പൊ ഇനി ഈ റൗണ്ട് വേണം ഇതിനെ ചെയ്യാൻ. ഈ റൗണ്ട് ഇതിനെ ചെയ്യുമ്പോൾ -1 into 3, -3 പ്ലസ് 2 into -1, -2. നെക്സ്റ്റ് -1 into 1, -1 പ്ലസ് 2 into 2, 4. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് കോളം, പിന്നെ ഈ റൗണ്ട് ഈ കോളം, ഈ റൗണ്ട് ഈ കോളം, എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താണെന്ന് നോക്കിക്കാൻ. കിട്ടുന്ന മെട്രിക്സ് 9 plus -1, 8, 3 plus 2, 5, -3, -2, -5 and 3. ഓക്കെ, ഇതാണ് നമ്മുടെ a സ്ക്വയർ. ഇനി നമ്മൾ അവിടോട്ട് കൊടുക്കണേ. Therefore a square is equal to 5a plus ki. ഇതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ ചെയ്ത് ഇങ്ങനെ നോക്കണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഇങ്ങനെ ഇത് കണ്ടു പഠിക്കുന്ന രീതിയാണ്. കണ്ടുപിടിക്കുമ്പോൾ ചെയ്യുന്നത് ഒരാൾ കാണിച്ചു തരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നില്ല, മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഇതിനെടുത്ത് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ തല ഫുൾ വർക്ക് ചെയ്യുന്നത്. ആ ഫുൾ തല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. എന്തെങ്കിലും മാത്രമേ ഇത് കറക്റ്റായിട്ട് എക്സാമിന് എഴുതുമ്പോൾ പറ്റുമോ ഇല്ലെന്ന് അറിയുള്ളൂ കേട്ടോ. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് എപ്പോഴും എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. പ്രാക്ടീസ് ചെയ്യണം. That is 8, 5, -5, 3 is equal to 5 into a. What is a here? 3, 1, -1, 2. Okay. Plus ആരമനെ k into i. അവർ തരത്തില്ല, ചിലപ്പോൾ തരുകയും ചെയ്യും. 1001. ഇതൊരു 2/2 സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ 2/2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ് 1001. ഇത് പല രീതിയിൽ കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പൊ k അല്ലേ വേണ്ടത്. ഈ ടൈമിനെ മാത്രം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇവരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ തന്നെ ചെയ്യാണ്. നോക്കിക്കോണേ. ദാറ്റ് ഈസ് 8, 5, -5, 3. ഇതകത്തോട്ട് ചെയ്യുമ്പോൾ 5 into 3, 15. 5 into 1, 5. 5 into -1, -5. 5 into 2, 10. Plus k അകത്തോട്ട് ചെയ്യുമ്പോൾ k into 1, k 0, 0, k. ഓക്കെ, റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യണേ. ദാറ്റ് ഈസ് 8, 5, -5, 3. അതേപോലെ എഴുതി is equal to 15 plus k. ഫസ്റ്റ് ടൈം 15 plus k. അടുത്ത എത്ര മനെ 5 plus 0, 5. അടുത്ത -5 plus 0, -5. ലാസ്റ്റ് ടൈം ആരാ നോക്കിക്കേ. ലാസ്റ്റ് ടൈം 10 plus k. ഇങ്ങനെ കിട്ടി. ഇപ്പൊ നോക്കിക്കേ, ലെഫ്റ്റിൽ ഒരു മെട്രിക്സ്, റൈറ്റ് ഒരു മെട്രിക്സ്. രണ്ട് മെട്രിക്സ് തമ്മിൽ തുല്യമാണ്. രണ്ട് മെട്രിക്സുകൾ തുല്യമാകണമെങ്കിൽ കറസ്പോണ്ടിങ് എലിമെന്റ്സുകൾ തുല്യമാകണം, ഈക്വൽ ആകണം. കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ആരാമനെ 8, ഇവിടുത്തെ ഫസ്റ്റ് ആരാമനെ 15 plus k. മറ്റേ കണ്ടോ, ഇവിടെ കണ്ട കെ ഇല്ലാത്തതാണ്. ഇവിടെ കെ ഇല്ലല്ലോ. കണ്ടോ, കറക്റ്റ് നമ്പർ അല്ലേ. ഇവിടെ കെ ഇല്ല. കണ്ടോ, കറക്റ്റ് നമ്പറാ. അപ്പൊ കെ ഇല്ലാത്ത പ്ലേസുകളിൽ കറക്റ്റ് നമ്പറുകളായിരിക്കും. കെ ഉള്ള പ്ലേസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാവുള്ളൂ.
അപ്പൊ നമുക്ക് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഏത് ഇക്വേറ്റ് ചെയ്യാം? അപ്പൊ 8 = 15 പ്ലസ് കെ എന്നാണ് ഇക്വേറ്റ് ചെയ്തതെങ്കിൽ കെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 15 ഇപ്പുറത്തോട്ട് ഓടിക്കണം. 8 - 15 = k - 7 = k. That's all. അപ്പൊ k = എത്ര കിട്ടും? -7. ഇനി അടുത്ത തന്നെ ഇതും ഈ പൊസിഷൻസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 3 = 10 പ്ലസ് കെ. അവിടെ ഈ കെ വേണമെങ്കിൽ 10 ഇപ്പുറത്ത് വരുമ്പോൾ 3 - 10 -7 = k. കഴിഞ്ഞല്ലോ. കാണോ? അപ്പൊ ഏത് രീതിയിൽ കൂടെ ചെയ്തപ്പോഴും കെയുടെ വാല്യൂ 1 കിട്ടാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരെണ്ണം ചെയ്താൽ മതി കേട്ടോ, ഏതെങ്കിലും ഒന്നോ. ഇത് രണ്ടുകൂടെ ചെയ്യണമെന്നില്ല. പിന്നെ ഏത് ചെയ്താലും കിട്ടും എന്നൊന്ന് കാണിച്ചാണ്. അപ്പോൾ അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ പഠിക്കണം, നന്നായിട്ട് ചെയ്ത്. അപ്പൊ ഇതിനൊരു ടൈം ഉണ്ട് ഇത് ചെയ്തെടുക്കാൻ. നിങ്ങൾ കൂടി വന്നൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റോട്ട് പോകാൻ പാടില്ല. 3 മിനിറ്റ് കൊണ്ട് തീർക്കണം കേട്ടോ. അല്ല ഇത് വെച്ചുകൊണ്ട് 5-10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ പല ക്വസ്റ്റൻസുകളും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ആണെങ്കിൽ മറ്റുള്ള ക്വസ്റ്റൻസുകളെല്ലാം നിങ്ങൾ ഒത്തിരി മിസ്സാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത സെഷനായിട്ട് വരും. എല്ലാവരും കാത്തിരിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.